അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലിങ്ങിൽ ഉണ്ടാകുന്ന നാശനഷ്ടം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂഞ്ച്, മെന്ദാർ, രജൌരി തുടങ്ങിയ മേഖലകളിലൊക്കെ നേരിട്ട് കണ്ടതാണ്. പാകിസ്ഥാൻ അയച്ച ആയുധങ്ങളിൽ ചിലത് പൊട്ടാത്തതും ഇന്ത്യയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണമാണ് ഞങ്ങൾ ആർഎസ്പുരയ്ക്ക് സമീപത്തെ സീറോ പോയിന്റിൽ കണ്ടത്. സീറോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്തെ ഗ്രാമമാണ്. അവിടെയാണ് ഈ പൊട്ടാത്ത ഒരു ഷെല്ല്, മോട്ടോർ ഷെല്ല് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ അറിയാം അത് അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ അപകടസ്ഥിതി അങ്ങനെ ഉണ്ടോ, അതിൻ്റെ യഥാർത്ഥത്തിൽ അതിന് ലൈവ് ആണോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. നാട്ടുകാർ പറഞ്ഞത് അതിന് പൊട്ടാൻ സാധ്യതയില്ല എന്നതാണ്. കാരണം ഇനി ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അത് ഇവിടെ നിന്ന് നീക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു സാങ്കേതിക പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നീക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ ആ ഒരു പ്രഷറിൽ, ഈ മതിലിൻ്റെ പ്രഷറിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പൊട്ടിയിരുന്നുവെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. കാരണം ഇവിടുത്തെ ഈ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണം അത്രത്തോളം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നാട്ടുകാരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. सर परसों का भेजा जो ज्यादा फैरन कोई नहीं, इधर से आया, इधर से ये बाबा पीरा उनका साथ में बॉर्डर के साथ में उधर से आया जी। वो कितना दूर है यहाँ से? 1 किलोमीटर। 1 किलोमीटर? हाँ जी। रात में आ गया? रात को जो इधर से जाते नहीं, हमारे जाते हैं उधर पड़ा, सड़क पे पड़ा। ये नहीं आया, ऐसे पूट ले जाएंगे फौजी ले। हाँ, उसको पता होता जाके बाहर फटा देंगे इसको. പാകിസ്ഥാൻ നിർമ്മിതമാണോ അതോ ചൈനീസ് നിർമ്മിതമാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഒരു പൊട്ടാത്ത ഷെല്ലുകളിൽ ഒന്നാണ് ഇപ്പോൾ കാണുന്നത്. ഈ നാട്ടുകാർ ഇതിന്റെ ഈ അപകടസ്ഥിതിയൊക്കെ, ഇതിന് ഒരു അപകട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി എത്രത്തോളം അത് ശരിയാണെന്ന് അറിയില്ല. ഇപ്പോഴും ആ ഒരു പ്രഷറിലാണ് അത് നിൽക്കുന്നത്. ഏതായാലും ഇത് പൊട്ടിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഗ്രാമത്തിലെ പല വീടുകൾക്കും വലിയ കേടുപാടുകൾ ഉണ്ടായേനെ. ഇതൊക്കെ ഒരു സാധാരണക്കാരുടെ വീടാണ്, സാധാരണക്കാരുടെ വീടാണ് ഇത് വലിയ കേടുപാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഈ മേഖലയിൽ പാകിസ്ഥാന്റെ ഈ വെടിവെപ്പ് ഉണ്ടായിരുന്നു. മറ്റ് പ്രതിസന്ധികളൊന്നും തന്നെ, അതായത് ഷെല്ലിങ്ങോ മറ്റോ പിന്നീട് ഉണ്ടായിട്ടില്ല. വൈകാതെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സീറോ പോയിന്റിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.